ഞങ്ങളുടെ സ്റ്റേയുടെ കൂടെ കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എത്തി നേരെ സ്പ്രെഡ് നോക്കിയപ്പോൾ വാട്ടർമെലൻ ജ്യൂസ്, എഗ് ബോയിൽ ചെയ്തത്, പിന്നെ ഹയാസിന്റെ ഫേവറേറ്റ് ടോസ്റ്റഡ് ബ്രെഡും ജാമും, മെയിൻ കോഴ്സ് ആയിട്ട് നല്ല സോഫ്റ്റ് പുട്ടും ചൂടോടുകൂടി പൂരി ഇങ്ങനെ റീഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കടലക്കറിയും കിഴങ്ങ് കറിയും നല്ല ചായ. ആവശ്യാനുസരണം വേണ്ടുവോളം വയറ് നിറച്ച് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നേരെ വന്നത് പൂൾ സൈഡിലേക്കാണ്. പിള്ളേർക്ക് പൂളി കളിച്ചിട്ട് മതിയാവുന്നുണ്ടായിരുന്നില്ല. ഹംനാനെ കരക്ക് കയറ്റാൻ ഒരു നിവൃത്തി ഉണ്ടായിരുന്നില്ല കേട്ടോ. കരക്ക് കയറ്റി കഴിഞ്ഞാൽ ഒച്ചപ്പാടും ബഹളമായിരുന്നു. അതിലേക്ക് ഇറങ്ങി കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല സന്തോഷവും തുള്ളിച്ചാടലും. ഇക്കാക ഹംനാനെ മാനേജ് ചെയ്യാൻ കുറച്ചധികം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് 11 മണിക്കാണ് കേട്ടോ റൂം ചെക്ക്ഔട്ട് ചെയ്യേണ്ട ടൈം ഉണ്ടായിരുന്നത്. റൂമും ചെക്ക്ഔട്ട് ചെയ്തിട്ട് ഞങ്ങൾ നേരെ വന്നത് മുത്തങ്ങ ഫോറസ്റ്റ് വഴി ഗുണ്ടൽപേട്ടിലേക്കാണ് കേട്ടോ. ഗുണ്ടൽപേട്ട വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ടൈമാണ്. ഏക്കറുകളോളം പൂക്കളാൽ നിറഞ്ഞു നിൽക്കാണ് കേട്ടോ. ഫോറസ്റ്റിലൂടെയുള്ള യാത്രയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അനവധി ആനകളെ, മാനിനെ, മയിലിനെ, മങ്കീസിനെ എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ യാത്രയുടെ വിശേഷങ്ങൾ 1 മിനിറ്റിൽ ഒതുക്കാൻ പറ്റാത്തതുകൊണ്ട് ലോങ് വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഇവിടെ പിൻ ചെയ്ത് വെച്ചേക്കാട്ടോ.